കൊച്ചി ലഹരി കേസിൽ അറസ്റ്റിലായ ഗുണ്ട നേതാവ് ഓം പ്രകാശ് കൊക്കെയിൻ കൊണ്ടുവന്നത് വിദേശത്ത് നിന്നാണ് എന്ന് പോലീസ്. അന്വേഷണം സിനിമാ താരങ്ങളിലേക്ക് നീളുകയാണ്. യുവതാരങ്ങളായ പ്രയാഗ മാർട്ടിൻ, ശ്രീനാഥ് ഭാസി എന്നിവർ ഓം പ്രകാശ് താമസിച്ച മരടിലെ നക്ഷത്ര ഹോട്ടലിലെത്തിയെന്ന് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. ഇവരെ കൂടാതെ 20ഓളം പേർ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. വിവരങ്ങൾ ബിനിൽ നൽകും. ബിനിൽ, വളരെ നേരത്തെ നമ്മൾ പ്രതികരണം കണ്ടിരുന്നു. വളരെ ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം പോകും. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യും. ഒരു പഴുതുമില്ലാത്ത രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പ്രയാഗ മാർട്ടിൻ, ശ്രീനാഥ് ഭാസി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് എപ്പോൾ കടക്കാനാണ് പോലീസിന്റെ തീരുമാനം? ആരൊക്കെയാണ് ഈ കണ്ണിയിൽ പെട്ടിട്ടുള്ളത്? ദിവിഷ്, താരങ്ങളായ പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് ഭാസിയെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യും. അക്കാര്യത്തിൽ വൈകൽ ഉണ്ടാകില്ല എന്നാണ് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ലഹരി ഉപയോഗമാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ കൂടുതൽ തെളിവുകളും പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താരങ്ങളെ ഉടൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ഹോട്ടലിൽ, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെ വന്നുപോയി എന്നത് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. 3 മുറികളാണ് മരടിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഓം പ്രകാശും സംഘവും ബുക്ക് ചെയ്തിരുന്നത്. ആ 3 മുറികളിൽ ലഹരി പാർട്ടി നടന്നു എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ മുറികളിൽ നടത്തിയ പരിശോധനയിൽ ലഹരിയുടെ കവറുകളടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ അവരിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ വളരെ കുറവായിരുന്നു. അതായത് ജാമ്യം ലഭിക്കാവുന്ന തോതിലുള്ള ലഹരി വസ്തുക്കൾ മാത്രമാണ്, കൊക്കൈൻ മാത്രമാണ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഓം പ്രകാശിനും കൂടെ ഉണ്ടായിരുന്ന കൊല്ലത്തെ മരവ്യവസായി ഷിയാസിനും ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ ഹോട്ടലിലേക്ക് ആരൊക്കെ വന്നുപോയി, ആ ലഹരി പാർട്ടിയിൽ ആരൊക്കെ പങ്കെടുത്തു എന്നത് തന്നെയാണ് പ്രധാനം. അവിടെയാണ് പ്രയാഗ മാർട്ടിനും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിക്കും കുരുക്ക് മുറുകുന്നത്. അവർ ഇതിന് മറുപടി പറയേണ്ടി വരും. എന്തിന് ഓം പ്രകാശിനെ കാണാൻ ഈ ഹോട്ടലിൽ വന്നു, എത്ര സമയം അവർ ആ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് താരങ്ങളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയവരുടെ മുഴുവൻ വിശദാംശങ്ങളും പോലീസ് ലഭിച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്ന് കൊക്കൈൻ കൊണ്ടുവന്ന കൊച്ചി കേന്ദ്രീകരിച്ച് ഓം പ്രകാശും സംഘവും ഇടപാടുകൾ നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓം പ്രകാശിനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ, കൊച്ചി നഗരത്തിൽ ഇയാൾ സ്ഥിരമായി വന്നു പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പിന്തുടരുകയായിരുന്നു. അങ്ങനെയാണ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വളരെ രഹസ്യമാക്കി പോലീസ് എളുപ്പത്തിൽ ചെന്നെത്താൻ കഴിയാത്തൊരിടത്ത് ആ താരങ്ങളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയത്. അവിടെയാണ് ഇപ്പോൾ പിടിവീണിരിക്കുന്നത്. ഈ ഹോട്ടൽ മുറിയിലേക്ക് എത്തിയ താരങ്ങൾ കൂടാതെ മറ്റ് 20 പേരുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിലൊരാൾ മുൻപ് MDMA കേസിൽ പ്രതിയായിട്ടുള്ള ബിനു ആണ് എന്ന കാര്യവും പോലീസ് ഉറപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെ നടന്നിട്ടുള്ളത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ ഒരു ഒത്തുചേരൽ തന്നെയാണ്. ആ ഒത്തുചേരലിൽ ഈ താരങ്ങളടക്കം ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നതാണ് പോലീസിന് ഇനി സ്ഥിരീകരിക്കാനുള്ളത്. ആ വഴിക്കാണ് ഇനി അന്വേഷണം നടക്കുന്നത്. ഓം പ്രകാശിനും അതോടൊപ്പം തന്നെ അറസ്റ്റിലായ കൊല്ലത്തെ മരവ്യവസായിക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കാരണം അവരിൽ നിന്ന് കണ്ടെടുത്ത കൊക്കൈൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. പക്ഷേ അവരിൽ നിന്നടക്കം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതായത് ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് ഇനി സ്ഥിരീകരിക്കേണ്ടി വരും. അതിനനുസരിച്ച് തുടർ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട, ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട നേരത്തെ പല വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 2 താരങ്ങൾ, യുവതാരങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഭാഗമാകുന്നു, ഇതിൽ അവർ കൂടി ഉൾപ്പെടുന്നു എന്ന രീതിയിലേക്ക് വരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പോലീസ് കോടതിയിൽ നൽകിയ ഒരു രേഖയിൽ തന്നെ ഈ 2 താരങ്ങളുടെയും പേരെടുത്തു പറഞ്ഞതോടുകൂടി ഇവർക്കെതിരായ പരമാവധി തെളിവുകൾ ശേഖരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.